കണ്ണാ കണ്ണാ നീ വന്നോടാ മോനെ. എനിക്ക് നിന്റെ അടുത്തൊരു സത്യം പറയാനുണ്ട്. അതെ, നിന്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാടാ. കൈമാറ്റ്. അയാൾ പറയുന്നതിന്റെ ബാക്കി കൂടെ എനിക്ക് കേൾക്കണം. ഇവന് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറയുവാ. ഇവന്റെ ദേഹത്ത് നിന്റെ അച്ഛൻ കൂടിയിരിക്കുക. അതുകൊണ്ടാണല്ലോ അയാൾ സത്യം പറയുന്നത്. കൈയെടുക്കാനല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ കൈയെടുക്കത്തില്ല. കണ്ണാ കണ്ണാ, സത്യമാടാ ഞാൻ പറഞ്ഞേ. ഞാനാ നിന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നത്. നീ വീൽ ചെയറിലായത് അങ്ങനെ. നിന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ എനിക്ക് തന്നതേ ആരാണെന്നറിയോ? നിന്റെ അമ്മാവൻ വാമദേവനാ. മോനെ കണ്ണാ, നീ കേട്ടതൊന്നും സത്യമല്ല. സത്യമാണ് കണ്ണാ, പച്ച പരമാർത്ഥമാ. അതിന് നിന്റെ ഭാര്യ സാക്ഷിയായിരുന്നു, മഹാലക്ഷ്മി സാക്ഷിയായിരുന്നു. എത്ര അടിച്ചിരുന്നാലും നടന്ന സത്യങ്ങളൊന്നും മാറത്തില്ലേ കണ്ണാ. ഇവന് ബാധ കയറിയതോടുകൂടി ഇവൻ നിന്റെ അച്ഛനെ മാത്രമല്ല മറ്റു പലരെയും കൊന്നെന്നാ പറയുന്നത്. കൊന്നു കാണും. അത്രയ്ക്ക് ദുഷ്ടനായി ഇയാള്. അതിനേക്കാളും ക്രിമിനലാ എന്റെ അമ്മാവനെന്ന് പറയുന്നവൻ. അതുകൊണ്ട് ആദ്യം അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോളാം. വന്നോ മോനെ, വന്ന് എന്റെ പണി അങ്ങ് തീർക്ക്. എനിക്ക് ജീവിക്കണമെന്നില്ല മോനെ. നിന്റെ അച്ഛൻ മാടി വിളിക്കുക, ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോട്ടെ. എന്റെ അച്ഛൻ നിന്നെ പോലൊരു ദുഷ്ടാത്മാവിനൊപ്പം ഒരിക്കലും കൂടി ചേരില്ലടാ. അങ്ങനെ നിന്റെ കൈ ഓർത്ത് നടക്കില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാനിനി എന്തൊക്കെ കാണണം. കാണിച്ചു തരാം ഇനി കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ. ചിരിക്കണ്ട. ഞാൻ ചിരിക്കും. ഓ, നിന്നോട് സത്യം പറയുന്നവരെ ഞാനിങ്ങനെ വീപ്പ് കൂട്ടുമായിരുന്നു. അത് പറയാത്തതിന്റെ പേരില് നിന്റെ അച്ഛൻ എന്നെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്നു. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായ. എന്തൊരു ആശ്വാസം. നീ എന്താ ഈ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അറിയാം, നന്നായിട്ടറിയാം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവന്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാ. ഇവനിപ്പോ വീൽ ചെയറിലിരിക്കുന്നതേ ഞാൻ കാരണമാ. അതിനെനിക്ക് പണം തന്നത് വാമദേവനാ. ഒന്നും ഞാൻ മറന്നിട്ടില്ല മോനെ. മോനെ കണ്ണാ, മോനെ കണ്ണാ പറയട്ടെ. അല്ലേ അവിടെ നിൽക്കൂ. പോവാണോ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണോടാ. നീ ഹോസ്പിറ്റലിലല്ല കിടക്കാൻ പോകുന്നത്, ജയിലില്. അങ്ങനെ ശിക്ഷ കുറയ്ക്കല്ലേ അമ്മേ. എനിക്ക് തൂക്കുകയറ് തന്നെ വേണം.